ഹലോ ഗൈസ്, തായ്ലൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിത്രമുണ്ട്. ഈ പുലിയുടെ അടുത്ത് ഇരിക്കലും പുലിനെ തലോടലും എന്നിട്ട് ഫോട്ടോ എടുക്കലും മടിയിലിരുത്തൽ പാൽ കൊടുക്കൽ. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് അകത്ത് കയറാം. അപ്പോൾ വേണ്ട ഇങ്ങനെ പല ആൾക്കാരും ഓടി നമുക്ക് ഫോട്ടോ എടുത്തിട്ടാണ് നമ്മൾ ശരിക്കും ഫ്രീ ആണ്. ലാസ്റ്റ് ഇതൊക്കെ ഈ ഫോട്ടോ ഒക്കെ കൊണ്ട് നമ്മളെടുത്ത് വരും. അപ്പോൾ നമുക്ക് പുലികളുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണല്ലേ. അപ്പം എല്ലാവരും കൂടെ പോന്നോളൂ കേട്ടോ. രസകരമായ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു കാടിൻ്റെ അന്തരീക്ഷമാണ് നമ്മളെ സ്വീകരിക്കുന്നത്. ഇതിങ്ങനെ കാടിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് ഇവർ ഓരോ രീതിയിലും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അകത്ത് കടന്നു പോകുന്നവർക്കുള്ള ഇൻസ്ട്രക്ഷനൊക്കെ കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. അപ്പം നമുക്ക് കാടിനുള്ളിലേക്ക് പ്രവേശിക്കാം കേട്ടോ. എല്ലാവരും കൂടെ പോന്നോളൂ. പൊതുവേ ഇവിടെ തിരക്ക് കുറഞ്ഞ സമയമാണ് കേട്ടോ. ഈ പുലികളൊക്കെ കിടക്കണ കാഴ്ച കണ്ടോ, ഒക്കെ ഇങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. വളരെ രസകരമായിട്ടുള്ള കാഴ്ചയാണേ. ഈ പുലികൾക്കൊക്കെ എന്താ പറ്റിയെന്നറിയില്ല, ഒരു ഉഷാറില്ലാത്ത പോലെയാണ്. അതിപ്പോൾ നമ്മളെയും കൂട്ടിലടച്ചാൽ നമ്മളും ആകെ ഡള്ളായി ഇങ്ങനെ പോവില്ലേ, അതേ ഒരവസ്ഥ തന്നെയാണ് കേട്ടോ ഈ പുലികളും. ഇതിനകത്ത് ഇങ്ങനെ ഒരു ആശകളും ഇല്ലാത്ത പോലെ ഇങ്ങനെ കിടക്കണത്. അല്ലാത്തൊരു വിഷമം തോന്നിയിട്ട് പെട്ടെന്ന് അങ്ങനെ അവരുടെ ആ ഒരു ആക്ടിവിറ്റിയും ഇല്ലാതെ കിടക്കണ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിവരുടെ കിടപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹലോ 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 ഹായ് ഹായ് ഹായ്. പുലിയൊന്നും മിണ്ടുന്നില്ല, കേട്ട ഭാവമില്ല. വെറുതെ ആൾ പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വള്ളികളുണ്ടോ, എന്ത് രസമല്ലേ ഇതിങ്ങനെ. നല്ല രസമായിട്ട് ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ മുഖത്ത് ഇങ്ങനെ എന്നാൽ വേദന എടുക്കൊന്നുമില്ല. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അടിപൊളിയുണ്ട് കേട്ടോ. സത്യത്തിൽ ഇത്ര അധികം പുലികൾ കിടക്കണം ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരിക എന്നുള്ളൊരു പേടി ഉള്ളിൽ ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലൊരെണ്ണെങ്കിലും പുറത്തേക്ക് ചാടിയാലത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഇങ്ങനെ ഞാൻ ചിന്തിച്ചു. കിടക്കണുണ്ടോ, കാലൊക്കെ കയറ്റി വെച്ച് മലർന്ന് വേറെ പുലിയുടെ മേൽ തലയൊക്കെ വെച്ച്. ഭയങ്കര രസം. കുട്ടികൾ കിടന്നുറങ്ങണ പോലെ കിടക്കണേ കണ്ടോളൂ കേട്ടോ. ഇവിടെ കൊച്ചു കുട്ടികൾ, അതായത് പുലിക്കുട്ടികളെ പാല് മടിയിൽ വെച്ച് കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ആയിട്ട് ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അകത്ത് കണ്ടോ 2 കുഞ്ഞു പുലിക്കുട്ടികൾ കണ്ടോ കിടക്കുന്നത്. അവരുടെ അടുത്ത് ഇരുന്നത് ആ ഫോട്ടോ ഒക്കെ അതേ പോസ് ചെയ്യണം. അടിപൊളിയല്ലേ. ഇനി നമുക്ക് വലിയ പുലിയുടെ അടുത്ത് പോയിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഞാനൊരു വട്ടം എടുത്തതാണ്, അത് കാരണം ഞാനും ഇപ്പോൾ പോവാത്തത്. വലിയൊരാൾ വരുന്നുണ്ട് ആ പുലിയുടെ അടുത്തേക്ക്. അപ്പോൾ അതിനെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാർ കൂടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി, ഒരു പുലിയുടെ അടുത്ത് ഇങ്ങനെ തുറന്നു വിട്ട പുലിയുടെ അടുത്ത് ആൾക്കാരിങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എത്ര അകലം മാറി നിന്നിട്ട് ഈ പുലികളെയൊക്കെ ഒന്ന് കാണുക അല്ലേ. എന്നാലും ഒരു പേടിയാണ്. പിന്നെ ഒറ്റ പ്രശ്നമുള്ളത് ഭയങ്കര സ്മെല്ലാട്ടോ ഇവിടെ. നമ്മളിപ്പോൾ കാഴ്ചബംഗ്ലാവിൽ പോകുമ്പോഴും സ്മെല്ലല്ലേ, അതേപോലെ തന്നെ ഈ പുലിയുടെ സ്മെല്ല് അപാരം തന്നെ, സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആ പുലിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അടിപൊളി കാഴ്ചകളല്ലേ കണ്ടതെല്ലാം. അപ്പോൾ നമ്മൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയൊരു ഫീലല്ലേ ഇങ്ങോട്ട് എക്സിറ്റിലേക്ക് വരുമ്പോൾ. അടിപൊളി. ടൈഗർ പാർക്കിലെ നല്ല അടിപൊളി കടുവകളുടെ കാഴ്ചയൊക്കെ കണ്ടുല്ലോ അല്ലേ. പിന്നെ അടുത്ത കാഴ്ചകളിലേക്ക് പോകാം നമുക്ക്. അടുത്ത എപ്പിസോഡ് ആരും മിസ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് തായ്ലൻഡിൽ പോയൊരു അനുഭവം തന്നെ എൻ്റെ എല്ലാ എപ്പിസോഡും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.